ഹലോ, സിന്ധു മോളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനുണ്ടല്ലോ രാവിലെ സന്തോഷിനോട് വരെ പോവാ. എന്തിനാന്നറിയോ? അവള് സിന്ധു ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ, എടി പിന്നെ ഈ വഴിയിലോട്ട് കയറി നിൽക്കാൻ ഓടി നിനക്കൊരു സാധനം തരാന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, ഇന്റർവ്യൂ അത് എനിക്കറിയാം, ദോശയുണ്ടല്ലോ. അപ്പം ഞങ്ങള് കണ്ണൻ്റെ കൂടെ കണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങള് കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം കറങ്ങിച്ച വണ്ടിയെ തന്നെ ഒന്ന് കറങ്ങി, അത്രേ പറ്റിയുള്ളൂ. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, എടി ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ആണോ, അയ്യോ ഇന്റർവ്യൂ ഇപ്പം തരാനായിരുന്നു. പിന്നെ 2 ടീഷർട്ട് ഇടയ്ക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവരോട് പോയപ്പോഴാണ് മേടിച്ചത്. അത് വലുതായിപ്പോയി. അപ്പൊ അതും കൂടെ മാറി കൊണ്ടുവരേടി, ഇനി പോകുമ്പോൾ കൊണ്ടുവരേടിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനോട് കൊണ്ടുപോടിന്ന് പറഞ്ഞോണ്ടൊക്കെയാണ് വിളിച്ചത്, പക്ഷെ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ ഇന്ന് രാവിലെ പോയി അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇന്റർവ്യൂ മേടിച്ച് കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. കാരണം ഒരാഴ്ച കഴിഞ്ഞെങ്കിൽ പോലും എനിക്ക് അത്രയും ഇഷ്ടമുള്ള അത്രയും ഒരിതുള്ള ഒരു സാധനമാണത്. അപ്പോൾ അത് കഴിക്കാം. പിന്നെ ചുമ്മാ അവരുടെ അടുത്ത് ഒന്ന് പോയി കറങ്ങി അടിച്ച് തിരിച്ചു വരാം. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വലിയ പണികളില്ല. കാരണം ഇന്നലെ എനിക്ക് അവർ ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് കടനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഉണ്ടാക്കി ഫുഡ് കുറച്ച് ഇരിപ്പുണ്ട്. ഞാനും ചേട്ടായി മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ മഴയത്ത് ചെമ്പരത്തിയില പറിച്ചത് മണ്ണേ കിടപ്പുണ്ട്, പക്ഷെ വെയിലില്ല പുറത്തെടുത്തിടാന്ന് വിചാരിച്ചാലും. അപ്പൊ ഇന്നും കൂടെ ഒക്കെ ചിലപ്പോൾ മഴ പെയ്യാനായിരിക്കും, ഇന്ന് 2 ദിവസം കൂടെ മഴ പെയ്യാനായിരിക്കും. അപ്പൊ ഞാനത് അവിടെ പഴുതായി നിരത്തിയിട്ടേക്കും. അതപ്പോ ഒക്കെ ആയിട്ട് ആ ഷീറ്റിന്റെ ചൂടുകൊണ്ട് ഓക്കെ ആയി കിടന്നോളും, ചീത്തയായി പോകത്തില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കി രാവിലത്തെ പരിപാടികളും തൂത്ത് തുടക്കുകയും പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നാ പോയിട്ട് വരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ആർക്കറിയാം എങ്ങനെയാന്ന്. കിച്ചു എന്തോ ക്ലാസ് ഒക്കെ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു. അപ്പം അവരൊക്കെ ഫ്രീ ആണോ എന്നറിയത്തില്ല. ഈ പറഞ്ഞ നമുക്ക് ചെല്ലുമ്പം അവിടുത്തെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോ വീട്ടിൽ ഓരോ സാഹചര്യമാണ്, അതനുസരിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അല്ലാണ്ട് ഞാൻ ആരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇത് നിൽക്കത്തില്ല. എടുക്കാൻ പറ്റില്ല, എവിടെ ചെന്നാലും എടുക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പം വീട്ടിലാണെങ്കിലും അനീതിമാര് അവളുമാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ആ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. കാരണം കാലിന് 2നും വേദനയാകും, പിന്നെ ഭയങ്കര പ്രശ്നമാകും. അത്രയും പാടാ. ഇപ്പൊ ആ വേലിയും കൂടെ കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര പാടാ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെരിഞ്ഞിട്ടുണ്ടായ കമ്പിയാ, മുള്ളുകമ്പിയാ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഞാൻ ഇറങ്ങി ഒന്ന് പോയേനെ, പക്ഷെ പറ്റത്തില്ല. പിന്നെ അവര് ചിലപ്പോൾ വഴിക്ക് വെച്ച് കാണാതിരിക്കും. അവർ ഇന്ന് രാവിലെ പോകുന്ന പറഞ്ഞേ, ഇളയ നീതിയും പിള്ളേരും. അപ്പം പോകുന്ന വഴിക്ക് കാണാൻ പറ്റുവാണെങ്കിൽ കാണാമല്ലോ. കൂടപ്പുറപ്പുറമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച് പോയി കാണാന്ന്. പക്ഷെ എനിക്ക് ആ ഇറങ്ങുന്ന ഓർക്കുമ്പോഴേ എന്റെ ചങ്ങനത്ത് പിടിയാ. എങ്ങനെ ഇറങ്ങി വലിയ കുഴപ്പമില്ലല്ലോ, പക്ഷെ കയറാൻ ഒട്ടും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിയാനോ പിടിക്കാനോ പറ്റില്ല. അയ്യോ അമ്മേനെ സമ്മതിക്കണം, അമ്മയിലെ കയറിയിരുന്നെ. അമ്മ ഇപ്പൊ എക്സ്പേർട്ട് ആയി, അതിലെ കയറി രക്ഷയില്ല. നമ്മളാണെങ്കിലും അവിടെ ആ സ്ഥലത്ത് താമസിക്കണമെങ്കിൽ നമ്മൾ നടന്നു അങ്ങനെയാവും. പക്ഷെ ഇപ്പൊ പറ്റത്തില്ല. ഞാൻ സിന്ധു ഒക്കെ അവിടെയല്ലേ താമസിച്ചോണ്ടിരുന്നേ. ഇപ്പൊ സിന്ധു പറയാം, എന്റെ പൊന്നെ ഇറങ്ങിയിട്ട് കയറാൻ പറ്റത്തില്ല, ഈ മുട്ടെല്ലാം കിടുകിടാന്ന് പറയുമ്പോൾ ഇറങ്ങാനും പറ്റുന്നില്ല. സത്യമായ കാര്യമാണ് കേട്ടോ അത്. നമ്മളിങ്ങനെ ഈ നിരന്ന പ്രദേശത്തൂടെ അല്ലെങ്കിൽ അത്രയും കുത്തിറക്കത്തൂടെ ഒക്കെ പോകാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ. കഴിഞ്ഞ ദിവസം സതീശൻ ചേട്ടൻ്റെ തങ്ങമണി ചേച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. പാവം ചേച്ചി ഇപ്പൊ അത്യാവശ്യം സതീശൻ ചേട്ടൻ വഴിയൊക്കെ സെറ്റാക്കി ഒരുമാതിരിയായി. പക്ഷെ ഞാൻ ഈ താഴെ നീന്നപ്പോ ചേച്ചി ഇറങ്ങി വരുമ്പോട്ടോ ചേച്ചി വേറെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല. എന്നാന്നറിയോ, വീഴുവോ ഈ ഇറങ്ങുമോ കാലിനൊരു വിറയല് പോണക്കാ. ഗൾഫിലല്ലേ, അപ്പൊ നടക്കുന്നില്ലല്ലോ. അത് പൊങ്ങച്ചമല്ലത്, അത് ഓരോ മനുഷ്യന്റെ സാഹചര്യം. അത് എനിക്ക് മനസ്സിലാകും. കാരണം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങോട്ടൊന്നുമില്ലായി എനിക്ക് താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് പറ്റിയില്ല. അല്ല അവൾമാരുടെ അടുത്തും കൂടെ പോയെന്ന് ചില സമയം ഇരിക്കായിരുന്നു. അപ്പൊ ഇന്ന് പോവുകയും ചെയ്യുമെന്നാ പറഞ്ഞേ. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ പോയാൽ വഴിക്ക് എങ്ങനെ വെച്ച് കണ്ടാൽ കാണാം, അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും പോയിട്ടൊക്കെ വരാം കേട്ടോ. സന്തോഷനോട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഭയങ്കര മൂടലായിരുന്നു. ഇപ്പം വന്നപ്പോൾ ഇവ നല്ല സൂപ്പർ വെയിൽ കേട്ടോ. വെയിലത്ത് നല്ല സുന്ദര കുട്ടനായിട്ട് നിൽപ്പുണ്ട് സന്തോഷിൻ്റെ വീട് അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഡിയോ കുട്ടനെ വെച്ചിട്ടൊരു റീൽസ് എടുക്കാൻ പോവാം. പക്ഷേ ഒരു മതിൽ വേണം. മതിൽ നോക്കിയിട്ട് കാണുന്നില്ല. അതിന് മതിൽ നോക്കാൻ പോയേക്കുക കേട്ടോ. ചിപ്പിയോടെ ബിന്ദുവിൻ്റെ അടുത്ത് പോയി നിൽപ്പുണ്ട്. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഇത് കാണുമ്പോൾ. നല്ല സീനറി ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗി, നല്ലൊരു രസം. ഞാൻ വന്നിട്ടുണ്ടല്ലോ, ഇൻട്രിയപ്പോൾ ഞാലിപ്പൂവും പഴവും തിന്നു. അത് കഴിഞ്ഞ് ചോറ് തിന്നാൻ പറഞ്ഞിട്ടുണ്ട്. അവള് വെള്ളം വെക്കുവാണേ. ഒരുത്തൻ ബീഫ് ഒന്നും എടുത്ത് വെക്കാതിരിക്കുവായിരുന്നു. എന്നാന്ന് ചോദിച്ചപ്പോൾ അത് ഈസ്റ്ററിന് മേടിച്ചു തന്നു. ഈസ്റ്ററിന് മേടിച്ചത് ഇപ്പൊ കൂട്ടാൻ പറ്റത്തില്ലത്. അപ്പൊ പോയി കഴിക്കും. ചിപ്പി ഞാൻ വരാം ഒന്ന് പൊക്കോ. ചിപ്പി 2-3 റീൽസ് എടുക്കാൻ കൂടി പാവം എനിക്കിട്ടും കിട്ടി, അവക്കിട്ടും കിട്ടി.
കിച്ചു കേട്ടോ ക്യാമറമാൻ എല്ലാരും ഒന്ന് പറഞ്ഞേരെ. അതെ ഡയറക്ഷനും. അയ്യോ മതി എടാ സ്കൂട്ടി പുറകെ മറിച്ച് ഇടിപ്പിച്ച് എന്നെ ഉരുട്ടി മറിച്ച് പിടിച്ച് എന്റെ കർണക്കുറ്റിക്കിട്ട് പണി തന്നിട്ട് ഇപ്പൊ അപ്പച്ചിക്കൊന്നും ഇരുത്. അല്ല ഞാൻ മര്യാദക്ക് പറയലെന്ന് ഒന്ന് തൊട്ടിട്ട് വിടാൻ മതി ഇടിയത്. ഇപ്പൊ ഇട്ടാണോടി കടുമാങ്ങ സാർ ഇപ്പൊ ഇട്ടാണോടി? അല്ല ഇത് 2 ദിവസം കഴിഞ്ഞാൽ വീഡിയോ വരത്തുള്ളൂ. കിച്ചു പറയാട്ടോ, പറഞ്ഞു കൊടുക്കാതെ എല്ലാവരും പോയി കാണട്ടേന്ന്. അപ്പൊ കഴിക്ക്. എന്റെ പൊന്നെ ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് കണ്ടോ? ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ, നമ്മുടെ ഇൻട്രിയപ്പം. പെസകായ്ക്ക് ഉണ്ടാക്കുന്ന ഇൻട്രിയപ്പം കേട്ടോ. പിന്നെ കൊച്ചുപഴം ഇല്ലായിരുന്നു, ഞാലിപ്പം പഴം എനിക്ക് അതിൻ്റെ കൂടെ ഇഷ്ടം. പക്ഷെ പഴം കൂട്ടി കഴിക്കണം എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷെ കൊച്ചുപഴം ഇല്ലാത്തതുകൊണ്ട് ഏത്തപ്പഴം എടുത്തു കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇൻട്രിയപ്പമാണ് കേട്ടോ. ഇൻട്രിയപ്പം സന്തോഷിന്റെ അവിടെ നിന്ന് പോയി കൊണ്ടുവന്നതാണ് ഞാന്. എനിക്ക് വേണ്ടിയിട്ട് അവൾക്ക് അവളുടെ ചേച്ചിമാരെല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ എനിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അമ്മയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടായിയുടെ ഒക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ കുട്ടായിക്കൊക്കെ അവിടെ കിട്ടി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ ഇന്നലെ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് ഞാൻ 3-4 എടുത്തോണ്ടും പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ കഴിക്കുക. ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. പക്ഷെ ഇതിപ്പോ 2-3 പേരുണ്ടാക്കിയതാണേ. അതുകൊണ്ട് 2-3 സൈസിലെ ടേസ്റ്റാ സത്യം പറഞ്ഞത്. അവള് ഒരു ഇടത്തി കുത്തരി വെച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുന്നെല്ലിനെ, അത് സൂപ്പറായിരുന്നു. ഇത് പച്ചരി തന്നെ ഉള്ളതാണ്. ഇത് ആരുടെ അടുത്ത് തന്നിട്ടില്ല. ലാലി ചേച്ചി ഉണ്ടാക്കി കൊടുത്തു, പിന്നെ സൂസമ്മ ചേച്ചി, ബിന്ദു, അത്രയും പേരെ അവളുടെ ചേച്ചിമാരും 3 പേരും ഉണ്ടാക്കി കൊടുത്ത സാധനമാണ്. അപ്പൊ നമ്മുടെ തെങ്ങേന്ന് ഒരു കരിക്ക് വീണതാണേ. കൊള്ളാമോന്ന് അറിയത്തില്ല, ഞാൻ എടുത്തോണ്ട് വെച്ചാൽ വെട്ടി നോക്കാൻ നോക്കാം. ഇത് കണ്ടോ, മാമനും മകനൂടെ കഴിഞ്ഞ ദിവസം കോഴീനെ റെഡിയാക്കിയതാ, ചെരുവൊക്കെ എടുത്തുകൊണ്ട്. എന്നിട്ട് എല്ലാം അവിടെ കിടക്കുക. ഇനി അതെല്ലാം ശരിയാക്കണം. ഇതുകൊണ്ട് എന്നോ പെട്ടെന്ന് കഴിഞ്ഞ് 2 ആഴ്ചയായില്ല ഞാൻ ഇവിടുത്തെ കള പറിച്ചിട്ട്. എന്ത് പെട്ടെന്നാണ് കള കളയുന്നുണ്ടോ. ഞാനൊക്കെ ആ കളയൊക്കെ ഒന്ന് പറ്റുന്ന എത്രയും പറിച്ചാണേ. ചെരുവൊക്കെ കഴുകിയെടുക്കാം. അവിടുത്തെ പട്ടിക്കുഞ്ഞ് കിടന്ന് കാറുന്നു കേട്ടോ. മഴ പെയ്യുമെന്ന് തോന്നേ, ചെറിയൊരു മൂടലും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ. അപ്പം ഞാൻ ചെമ്പരത്തിയിലൊക്കെ വെയിലത്തിട്ടൊക്കെ എന്നാൽ അതൊക്കെ മണ്ടേ കൊണ്ടിട്ടിട്ട് പുറവശത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കരിക്ക് വെട്ടി ഉണ്ട്, നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു പാത്രത്തിനകത്ത് ഒഴിച്ചെടുക്കാം. ഞാനവിടുത്തെ കാണത്തില്ലെന്ന് ഓർത്തോട്ടാണ് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെട്ടി നോക്കിയതേ. വരാടി അവൾമാർക്ക് ഇട്ട് കൊടുക്കുന്ന തീറ്റ മൊത്തം ഉണ്ടല്ലോ കളഞ്ഞിട്ട് കിടന്ന് ബഹളം വെക്കും. അപ്പം നമുക്കൊരു ഇവിടെ നിന്നൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിക്കാവേ. നല്ല അടിപൊളി വെള്ളം കേട്ടോ. അതിനകത്ത് തേങ്ങയും ഉണ്ട്, നമുക്ക് അവനെ വെട്ടിപ്പൊട്ടിച്ചെടുക്കാം. വളരെ സൂപ്പർ വെള്ളം കേട്ടോ. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, നല്ല വെള്ളം. അയ്യോ ദൈവമേ മതി. ആ തെങ്ങ് കേടായിട്ട് പിന്നെ ഒരു കരിക്ക് പിടിച്ചതായിരുന്നു, അത് അങ്ങനെ പൊഴിഞ്ഞും പോയി. എന്തായാലും കുടിക്കാം അല്ലേ. ഞാൻ കരിക്ക് പൊട്ടിച്ചു. കരിക്കിൻ്റെ വെള്ളം പകുതി ഞാൻ ചേട്ടായി വെച്ചു. നല്ലതല്ലേ, ഭയങ്കര ചുമയായിരുന്നാലും കരിക്കും വെള്ളം സൂപ്പറല്ലേ, ആരോഗ്യം കിട്ടുന്ന സാധനമാണ് അല്ലേ, ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പകുതി ചേട്ടായി കൊണ്ട് വെച്ചു. അപ്പോൾ ഇവന് ഇനി ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചു. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുക്കണം. ഇത് കണ്ടോ, കോരിയെടുക്കാൻ പരുവത്തെക്കാട്ടി ഒരു ശക്കല മൂത്തു, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ടല്ലോ. ഞാനേ മുറ്റത്ത് കളപറിക്കാൻ ഇറങ്ങിയ ഞാനല്ലേ, അപ്പോഴാണ് കരിക്കിട്ടി പൊട്ടിച്ചു. പിന്നെ അവനെ കഴിക്കാതെ നമുക്ക് വെക്കാൻ പറ്റുമോ? ഒന്നും പറയണ്ട, സൂപ്പർ കേട്ടോ. അത്ര ആയിക്കഴിഞ്ഞിട്ട് പറഞ്ഞു പോയി. ശോ, നല്ലൊരു തേങ്ങയായിട്ട് കിട്ടിയത് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ കളയൊക്കെ ഒന്ന് പറ്റുന്ന അത്രയും പറ്റുന്ന നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ മൈലാഞ്ചി വെട്ടിയേ. മൈലാഞ്ചി വെട്ടി ഇത് എത്ര പേരാ മൈലാഞ്ചിയില പറിക്കുന്നത് നോക്കണം കേട്ടോ. ഞാൻ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണേ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് മൈലാഞ്ചി പറിക്കുന്നുണ്ട്. ജ്യൂസിയേട്ടൻ ഉൾപ്പെടെ, ജ്യൂസിയേട്ടൻ കുറ്റുമകളുടെ ഇതിന് വന്നാണ്. എല്ലാം അവിടെ നിന്ന് മൈലാഞ്ചി പറിക്കുന്നുണ്ട് കേട്ടോ. പറിക്കട്ടെ. എൻ്റെ ദൈവം, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയല്ലേ. വന്നുണ്ടോ. അപ്പം ഞാനേ മൈലാഞ്ചിയില കുറച്ചുകൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ ഇവിടുത്തെ ബാക്കി പണി നോക്കട്ടെ. ഞാൻ പറിക്കുകയോ ഒരുക്കുകയോ കൂടെ ചെയ്ത് ഇത്രയും വരെ ആക്കി. പാത്രം കഴിയെടുത്തില്ല. ഇനി ഇവിടെ ഒന്ന് തൂത്തിട്ട് വെള്ളം ഒഴിക്കാമെന്ന് ഓർത്തുകൊണ്ടേ. അവിടെ ഒരു കുഞ്ഞു കരിവേപ്പൊക്കെ കയറി വരുന്നുണ്ട്. അതിനൊക്കെ ഇച്ചിരി മണ്ണും കൂടെ വെട്ടിയിട്ട് കൊടുത്തിട്ട് അയ്യോ അപ്പം തൂത്ത് വാരിപ്പം ഇറക്കി പുകയ്ക്കുകയും ചെയ്യാൻ ഓർത്തുകൊണ്ട് ഞാൻ ഇച്ചിരി ആ ചപ്പും കുപ്പയെല്ലാം കൊണ്ടിട്ടിട്ട് ഇച്ചിരി എൻ്റെ മുളകിൻ്റെ കുന്തൂടെ ഇട്ടതാണ്. അത് അനീഷ് നാട് തന്നത്, അത് കഴിഞ്ഞു പോയി.
പുകഞ്ഞേനായിരുന്നു. പുകഞ്ഞല്ല ഭയങ്കര കൊതുക് ഇവിടെ വന്നിട്ട് കൊതുക് കടിച്ച് കൊല്ലാറുണ്ടല്ലോ. ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ട് കുളിച്ചതേ ഉള്ളൂ. ഇപ്പോൾ റോസൊക്കെ ശരിയാക്കിയിട്ട് കുളിച്ചതേ ഉള്ളൂ. അപ്പോൾ ചേട്ടായി കടയിൽ നിന്ന് വന്നു കേട്ടോ. കടയിൽ നിന്ന് വന്നപ്പോഴേ തുടങ്ങി പരിപാടികൾ. ചുമ്മാ ഈ ലൈറ്റ് ഭ്രാന്താണേ. കുറേ ലൈറ്റ് മേടിച്ചു. 1500 രൂപ കൊടുത്ത് 4 എണ്ണം മേടിച്ച്. അതിലൊരെണ്ണം പോയി. അത് പോട്ടേടിയെന്ന്. എന്നിട്ട് ഇനിയിപ്പം അതെവിടെ എങ്ങാണ്ട് കൊണ്ടുപോയി പിടിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം എന്നേലും ചെയ്യണമെങ്കിൽ ഒരു 100 കൂട്ടം സാധനമായിട്ട് പുറകെ നടക്കുകയും ചെയ്യണം. അതെ കത്തുന്നുണ്ട്. ഒരെണ്ണം കളഞ്ഞില്ലേ? ഒരു മരം കൊത്തിയിരിക്കുന്നുണ്ടോ? അയ്യോ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ചേട്ടാ ഇത്? അയ്യോ പോയോ? ഞാൻ ക്യാമറ ഓണാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേനും ഇപ്പുറത്ത് കവുങ്ങയിലോട്ട് പോയി കേട്ടോ. അയ്യോ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ പൂ കാണാനായിട്ട്. അടുത്തത് ഒട്ടീര കുയിലിരുന്ന് പാട്ട് പാടുന്നത് കേട്ടോ. ഞാൻ ചെമ്പരത്തി ഇവിടെ കൊണ്ടിട്ട് കേട്ടോ. ചെമ്പരത്തി ഇട്ടേക്കണേ. അടിപൊളി സെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തേലും ഇതാവും അറിയില്ല. എന്തേലും വെട്ടം കിട്ടും എങ്ങനെയാണെന്നോ. ചുമ്മാ രസത്തിന് വേണ്ടി മേടിച്ചു 1400. മിണ്ടാത്ത എന്നാന്നറിയാം, ക്യാമറ ഓൺ ആയതുകൊണ്ട്. അല്ല നിൻ്റെ കാശല്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ലൈറ്റ് മേടിയിട്ട് ഭയങ്കര ഇഷ്ടമായി. എന്നതാണെന്ന് എനിക്കത്തില്ല. എത്ര ലൈറ്റ് ചുമ്മാ ഒരു ഉപകാരവും ഇല്ലാതെ പെരയ്ക്കകത്ത് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുമായിരുന്നു അത് ഇവിടെ എങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റുമെന്ന്. ചേട്ടാ അതിൻ്റെ മണ്ഡലത്തിനകത്ത് കറണ്ട് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. ഇത് കണ്ടോ ഇതിൻ്റെ മണ്ഡലം ഒരു ദിവസം ഉണ്ടല്ലോ. അതിനകത്ത് കറണ്ട് ഉള്ളതാണോ? ആണോ? അതിനകത്ത് ഒരു ബൾബ് പിടിപ്പിച്ചായിരുന്നെങ്കിൽ സന്ധിക്കൊക്കെ ഇടുമ്പോൾ ബെഡം കണ്ടേനെ നല്ലതായിട്ട്. ഒരെണ്ണം ഇനി ഇച്ചിരി കൂടെ നീക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. 2 എണ്ണം അവിടെ ഇവിടെ വെച്ച്. ഇനിയിപ്പം രാത്രി കത്തിച്ച് കാണിക്കാം. ദൈവമേ ആ മുരിക്കൊന്നും വെട്ടിയില്ല, ചാണകപ്പൊടി കിട്ടിയില്ല ഒരിടത്തുനിന്നും. അത് ഇപ്പം അത്യാവശ്യമുള്ള കാര്യം അതൊക്കെയായിരുന്നു. അല്ലാതെ വെറുതെ ഈ 1400 കാണുന്ന സമയത്ത് 10 പാട്ടം ചാണകപ്പൊടി മേടിച്ചിട്ടായിരുന്നെങ്കിൽ ഒരു കാന്താരത്തെ ഇലും ഉണ്ടായേനെ. ഉണങ്ങിയില്ല. ഇന്ന് ഞാൻ വെളുത്തെടുത്തോണ്ട് ഇട്ടതാ. അല്ല അത് ഞാൻ ബാക്കിയുള്ളത് പൊടിച്ചു വെച്ചു. എന്നെ കണ്ടിട്ടേ പെരയ്ക്കകത്തിരുന്ന് ചെരുപ്പ് ഇട്ടിട്ട് ഇറങ്ങുക കേട്ടോ. എന്ത് എങ്ങോട്ടാ? കുഞ്ഞിൻ്റെ അടുത്തോട്ടാണോ ഓടുന്നേ? ഇത് കണ്ടാ ചേട്ടായി മന്ദാരം? ഇത് കണ്ടോ? അതെ, ചിത്തിയും മന്ദാരവും തുളസിയുണ്ട്. ഞാൻ അപ്പം കത്രിയൊക്കെ എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനാന്നറിയാവോ? എന്തിനാ ചേട്ടായി? ചീര പറിക്കാൻ. ചീര കണ്ടിട്ട് ഈ ചീര ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ചേട്ടായിക്ക്. അപ്പം ഞാൻ ഇച്ചിരി കൂടെ ആകട്ടെ എന്ന് ഓർത്തോണ്ടാ പറിക്കാണ്ടിരുന്നത്. അപ്പം എന്തോ റെഡി അത് പറിക്കാൻ, നമുക്ക് തോരൻ വെക്കാമെന്ന്. എന്നാൽ ഓക്കെ, ചേട്ടായുടെ ഇഷ്ടമല്ലേ, പറിച്ചേക്കാം. പുഴുണ്ടോ നോക്കി, ഇങ്ങനെ ഒരെണ്ണം കമത്തി ഒന്ന് നോക്കി. ആ സൈഡ് വഴി എങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഓക്കെ സെറ്റ്. കണ്ടോ ഞാൻ അരിയിട്ട് കിളിപ്പിച്ചതാട്ടോ. തീരെ കുഞ്ഞത് ചേത്തണ്ട, തീരെ കുഞ്ഞതേ പറിക്കാതെ വലുത് നോക്കി കട്ട് ചെയ്യേ. പുല്ലും പറട്ടയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇത് ഓരോന്നും നോക്കിയെടുക്കണം. എന്നാന്നറിയോ, ഇങ്ങനത്തെ ആയതുകൊണ്ട് ചിലപ്പോൾ പച്ചല കുഞ്ഞു പുഴു കാണാൻ ചാൻസ് ഉണ്ട്. പുഴു ഇല്ലാതെ നോക്കി പറിച്ചെടുക്കണം. ഞാനെന്നാ ഓർത്താ മറ്റേ കുട്ടിത്തക്കാളിയും മറ്റേ ആ കരിയാപ്പല ചീരയും എല്ലാം കൂടെ പറിച്ചിട്ട് നാളെ ഒന്ന് തോരൻ വെക്കാമെന്ന്. ഇനിയിപ്പം ചേട്ടായി അതൊന്നും ഇട്ടാൽ കൂട്ടിയല്ല, ഇത് തന്നെ കൂട്ടത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെയായിട്ട് ചേട്ടായിക്ക് വെച്ച് കൊടുക്കാം. ഉണ്ടോ നല്ല സൂപ്പർ ഫ്രഷ് ചീര. നമ്മുടെ കൂവ പൂവിട്ട് നിൽക്കുന്നുണ്ടോ? അല്ല കൂവയല്ലല്ലോ അത്. അതെന്നാ സാധനയുടെ അങ്ങേറ്റത്ത് ദേ അതെന്നാന്ന് ചോദിച്ചാൽ കസ്തൂരി മഞ്ഞൾ. ഇത് മതിയായിരിക്കും, കുറച്ച് മതിയല്ലോ. അവർക്ക് കുമാരിച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്മിതയ്ക്ക് അവർക്ക് എല്ലാത്തിനും ചീര ഭയങ്കര ഇഷ്ടമാണ്. നാളെ അവർക്ക് കൊടുക്കാം അത് ബാക്കി. ഇത് അരിഞ്ഞങ്ങോട്ട് ഇത് ആകുമ്പോണ്ടല്ലോ ശക്കലമായി പോകും അല്ലേ, അവിഞ്ഞങ്ങ് പോകും. മതിയോ? മതിയായിരിക്കും.
നമുക്ക് മതി മതിയെന്ന് ചോദിച്ചുകൊണ്ട് 2-3 കൂടെ പറിച്ച് കേട്ടോ. മതി മതി മതി. വാഴ വളച്ച് നിൽക്കുന്നുണ്ടോ? സജി നട്ട് തന്ന വാഴയാണ്. പക്ഷേ പിന്നെ അല്ല എന്നാലും കുഴപ്പമില്ല. അത് പിരിച്ച് നട്ട വാഴയല്ല. അത് അതിൽ കൂടുതലൊന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം ഇവനെ എല്ലാം നമുക്കൊന്ന് വെട്ടണം ചേട്ടാ. ഈ ഇച്ചിരി ചാണകപ്പൊടിയും മേടിച്ചിട്ടുണ്ട്. ഇത് വളം ഉണ്ടെങ്കിൽ ഉണ്ടോ നല്ല കൊഴുത്ത് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇവനെ റൗണ്ട് അടിച്ച് നിർത്താമെന്നും പറഞ്ഞുകൊണ്ട് വെട്ടുക കേട്ടോ. ഏകദേശം ഒരു പൊക്കത്തിനെ ഞാൻ ലെവലായിട്ട് സെറ്റായിരുന്നു കേട്ടോ. എപ്പോഴും എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ക്യാമറയെ നോക്കി വീഡിയോ എടുക്കണമെന്ന്. തല കാണണം, മുഖി പാല് കാണിയായിരുന്നു. ഞാനുണ്ടല്ലോ എന്നേലും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുമ്പോഴത്തേനും അതൊരു പരിവായി ഏതെങ്കിലും വഴിയെ പോവും. അതാ പറ്റുന്നത്. ആ സൈഡ് അത്രയും അങ്ങോട്ട് കയറ്റാതെ അങ്ങനെ വട്ടത്തിൽ വെട്ടി വെക്കുവാണേലേ. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പൂ വെട്ടിയതാണ്. പൂ കളഞ്ഞാണേ. എന്നിട്ടും നിറച്ച് പൂവായി. നമ്മളവിടെ എസ്റ്റേറ്റ് അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു, ചെമ്പരത്തി വേലി. എന്നാ രസമായിരുന്നറിയാം ഇങ്ങനെ ചേട്ടായി വെട്ടി വെക്കുമ്പോൾ കാണാനായിട്ട്. അല്ലേ ചേട്ടായി? ഓ, അപ്പുറത്ത് സതീശൻ്റെ അടുത്ത് വേലി വെട്ടി തുറക്കുന്നുണ്ടോ? എൻ്റെ നെറ്റിക്കിട്ട് തന്നെ വാക്കത്തി ഒന്നുകൊണ്ട്. അതെ, എൻ്റെ പൊന്നെ കറക്റ്റ് വന്ന് കൊണ്ട് ഒറ്റ ഇങ്ങനെ വീശിയതാ ചേട്ടായി. പക്ഷെ കറക്റ്റ് വന്ന് മുഖത്തോട്ട് നെറ്റിക്കിട്ട് കൊണ്ടിട്ട് ഒരു 2 സ്റ്റിച്ചിനോളം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല, മരച്ചു പോയി തല അല്ലേ. അയ്യടാ നന്നായി പോയി. അത് കഴിഞ്ഞപ്പോൾ അയ്യോ മൊത്തം ഇലവും പോയപ്പോൾ കായോ ചേട്ടായി. ആണോ? അയ്യോ ഇപ്പൊ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാതായി പോയി. ദൈവമേ, നന്നായിട്ട് വരുമോ? ആണോ? ആണോ? ആ മുട്ടയടിച്ച് നിൽക്കുവാണെങ്കിൽ നല്ല രസമുണ്ട് അങ്ങനെ കാണാനായിട്ട്. ചിലയിടത്തൊക്കെ വെട്ടി വിട്ടേക്കുന്നതാണ് അങ്ങനെ. കണ്ടോ? ആ നോക്കാം ഏതായാലും വരും എന്നുള്ള വരുമോ? അപ്പം എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇവിടെ ഒന്ന് ഒരുക്കി വിട്ടത്. ഇതേ എന്നോ പെട്ടെന്ന് കളകൾ തീർന്നുണ്ടോ, ഷോർട്ടേന്ന് കളകൾ തീർന്നത്. ഇതൊക്കെ നല്ല ചീരയാണ്. നല്ല സൈസിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് നിർത്തുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ഈ സൈഡാണ്ട് ഇച്ചിരി, ഇതേ ഇവിടെ ഇച്ചിരി അതെടുത്ത് കളയാം. ഈ സൈഡുണ്ട് ഇച്ചിരി. കണ്ടോ, മുട്ടയടിച്ച് നിർത്തി. ഇനി അവൻ നല്ലതായിട്ട് തളുത്ത് വരുമ്പോൾ നിൽക്കുന്നതാണ് നല്ല രസമാവും അല്ലേ. ഇപ്പം വലിയ രസമില്ലല്ലോ. അത് അത്രയും താത്തത് കൊണ്ടാവും ഭയങ്കരമായിട്ടല്ല പോയത്. അത്രയും താക്കണ്ടായിരുന്നു. ഇവിടെ വെട്ടാതെ ഇത് മാത്രം വെട്ടി വിട്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഒട്ടും വിലയില്ലാത്ത ആയിക്കളഞ്ഞു. കാരണം വലിയ കനമുള്ള വാക്കത്തിയാ. എനിക്കും വെട്ടാൻ പറ്റുന്നില്ല. ആ ലൈറ്റ് മേടിച്ച സമയത്ത് ഒരു വാക്കത്തി കുഞ്ഞത് മേടിച്ചിരുന്നെങ്കിലേ 10,500 രൂപ വെച്ച് വെറുതെ കളയുക. എപ്പോഴും എല്ലായിടത്തും പോയി വാക്കത്തി മേടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. വാക്കത്തി ഉണ്ട്, പക്ഷെ ഭയങ്കര കനമാണ്. അതുകൊണ്ട് എനിക്ക് വെട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയി വെട്ടുക കേട്ടോ. കേട്ടോ, പക്ഷെ അതിന് കനം വന്നെയോ. എനിക്ക് ഷോൾഡറിന് പെയിൻ, ഒന്നാമത് ഷോൾഡർ പെയിൻ ഉള്ളതുകൊണ്ടേ ഭയങ്കര പാടാണ്. നമുക്ക് വിറകില്ല ഇപ്രാവശ്യം. ഇവിടെ നിന്ന് ഇച്ചിരി വിറക് മേടിച്ചില്ലെങ്കിൽ പണിയാവും. മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇതാന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലം വരും. ഞാൻ ഇവിടെ തൂക്കുക കേട്ടോ. ആ ഓലയൊന്നും ചീകാനും പറ്റത്തില്ല, ചൊറിച്ചില്ല എൻ്റെ അടുത്ത്. പിന്നെ എന്നാ ചെയ്യണം, ഇവിടെ കൈയോടെ വെട്ടിയേക്കാന്ന് പറഞ്ഞ് വെട്ടുന്നുണ്ട് കേട്ടോ. അതും വേട്ടെ. ചേട്ടായി ഇറങ്ങിയത് കൊണ്ട് വെട്ടിക്കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് പണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ശകലം ചാണകപ്പൊടിയും കൂടെ മേടിച്ചിടാൻ പറ്റിയ ഒന്ന് വൃത്തിയാകും. അയ്യോ, ഈ പ്ലാവിൻ്റെ ഇതേലോട്ട് വീണാൻ തോന്നലേ ചേട്ടായി. അയ്യോ, അതിൻ്റെ തല വീണിട്ട് ഇച്ചിരി വാടിയിട്ടുണ്ട്. ചേച്ചി വിളിക്കുന്നു പച്ചച്ചക്കച്ചോള തിന്നാൻ ചെല്ലാൻ. അവിടുന്ന് ഇവിടുന്ന് കൂടെ കൊതി പോരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും തൊലി ഇരിയുന്നേ, അതാ പറ്റുന്ന കുഴപ്പം. ഉണ്ടോ? വെട്ടാനൊന്നും അറിയത്തില്ല, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളാണ്. അതിനെ ഇവിടെ കുടിയുടെ പുറത്തോട്ട് വെട്ടിയിട്ടത്. ഇനി ഞാൻ നടന്നത് പെറുക്കി മാറ്റട്ടെ. കുടിയുടെ പുറത്ത് വെക്കാതെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കട്ടെ. തെളിഞ്ഞു കേട്ടോ. പക്ഷെ ഒരെണ്ണം മാത്രം വെട്ടിയത് ശരിയായില്ല. ഈ ഒരെണ്ണം മാത്രം വെട്ടിയത് ശരിയായില്ല. ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. വേണ്ടേ, ഈ ഒരെണ്ണം മാത്രം വെട്ടിയത് അത്ര ശരിയായില്ല. അത് കത്തിക്ക് മൂർച്ചയൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. വാക്കത്തിക്ക് നല്ല മൂർച്ച വേണം. എങ്കിലേ ഇത് ചേട്ടായി കൊണ്ടുവന്ന ഒരു സൈസ് കപ്പളം കേട്ടോ. അതേ കപ്പളങ്ങ കൊണ്ടിട്ടുണ്ട്. അത് ചുമന്ന കളർമാരിയായിട്ടുണ്ട്. പക്ഷെ തെളിഞ്ഞു കേട്ടോ, വൃത്തിയായി. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ചോട്ടിൽ കൂടെ ഇങ്ങനെ കൊടി മൂടാതെ ഇങ്ങനെ പെറുക്കി വെച്ചു. ഇനി നാളെ നമ്മുടെ സജി വരുമ്പോൾ പറയും, ഇത് ആരാ ആൻറ്റി വെട്ടിയത്, ഒരു വൃത്തിയില്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്.
എന്തായാലും നോക്കാം. ചേച്ചി എന്നെ ചക്കനെ വിളിച്ചു. ഞാൻ 2 കിലോ നിന്നിട്ട് കൊണ്ടുതന്നല്ലേ. അല്ലെ അമ്മണിയമ്മ ഉള്ളതുകൊണ്ട് വെട്ടി കിട്ടുന്നുണ്ട്. ഒരു മറിയാമ്മ വേണ്ടിരിക്കുന്നു. എന്തിയടി അവൻ ആണോ? ആറ്റിപ്പോയോ? നല്ല സുഖമാണോ ആറ്റി കുളിക്കാൻ? ആണോ? വെള്ളമൊക്കെ ഇല്ലേ? പാടില്ലേ? ഇറങ്ങിപ്പോൻ പാടുണ്ടോ? അപ്പുറത്തോട്ട് കിടക്കാൻ പാടാണോ? ഇല്ലേ? ജീപ്പ് പോകുന്നുണ്ടോ? ഞാൻ ചക്ക തിന്നാൻ വന്ന. മുങ്ങി കുളിച്ചോ? ആണോ? നല്ലൊരു വെട്ടം വീണ് കേട്ടോ. ഈ പിള്ളേരുടെയൊക്കെ മുടിയൊക്കെ വെട്ടിക്കുകയല്ലേ നമ്മൾ. മുടിയൊക്കെ വളർന്ന് കട്ടവാറായി കഴിയുമ്പോൾ അന്ന് പറഞ്ഞോണക്ക് നല്ലൊരു പ്രകാശമായി. സന്ധ്യ ഭയങ്കര സമയം ആകാറായി കേട്ടോ. എവിടോ അവിടെ പോയി വീണ വലിയ മൈസൂരട്ട് കളി അവള്. കല്യാണി അതാണ്. അയ്യോ നന്നായിട്ടും വെട്ടമായി കേട്ടോ. ഒരു ഐശ്വര്യമായി ഉണ്ടാവുമല്ലോ. ഇനി തളുത്ത് കയറുമ്പോഴത്തേനും ഒരു തളുപ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ള അങ്ങ് വെട്ടി കുത്തിക്കാൻ മതി. ഇത് ഉപ്പൻ്റെ അപ്പൻ കള്ളിന് പോയി കള്ളും കൊണ്ടുവരുന്നുണ്ടേ എന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പറയുമായിരുന്നു. എന്തിനാണെന്നറിയോ? പലഹാരം കിട്ടാൻ. അയ്യോ മതി. ഈസ്റ്ററൊക്കെ ആയിട്ട് ഒരാളിരുന്ന് തട്ടുന്ന കണ്ടോ? ഏതോ ഏട്ടാ ഈ തട്ടുന്നത്? ചിക്കൻ കുഷ്ക. ചിക്കൻ കുഷ്കയോ? ചിക്കൻ ചുക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചിക്കൻ കുഷ്ക ആണോ? വെറൈറ്റി പേരിട്ടേക്കുവാ. ചിക്കന് പച്ചക്കപ്പ എല്ലാം കൂടി ഇട്ടിട്ട് ഇതാണ് ഞങ്ങൾ വേണ്ടി. അതുകൊണ്ടാണ് ഒന്നുമില്ല കേട്ടോ. ഇത് നാടൻ കോഴി ബിരിയാണിയാണ്. കപ്പ ബിരിയാണി. നാടൻ കോഴി കപ്പ ബിരിയാണി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് പറ. ഇപ്പൊ പറയുമ്പോൾ 4 മണിക്കാ വന്ന കേട്ടോ. ഇങ്ങനത്തെ ഒരു അമ്മ വരും. അമ്മ വന്ന അമ്മ പറയും ഞാനത് എല്ലാം ചെയ്ത് ഉണ്ടാക്കിയെന്ന്. കപ്പ പൊളിച്ച് തന്നായിരുന്നു പറഞ്ഞു കൊടുക്കാൻ. ഇതിപ്പോ കഴിക്കാനായിട്ട് കൈ കഴുകിയിട്ട് പോയി. ആരാ ഉണ്ടാക്കിയേ? ചേട്ടയാണോ? ശരി, സമ്മതിച്ചു. സമ്മതിച്ചു തന്നേക്കുവാ. എന്നാലും നല്ലതാണോ? ചിക്കൻ കുഷ്ക ഉണ്ടാക്കി നോക്കണത് കേട്ടോ. അപ്പൊ എന്തായാലും നാടൻ ചിക്കനും കപ്പ വേവിച്ചും കൂടി 2 കൂടി ഒരുമിച്ചിട്ട് ഇളക്കി സാറ് അതാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. അടിപൊളിയാണോ? ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ എന്നാ പിന്നെ ഇത് ഇന്ന് എന്തിനു പറപ്പിച്ചതാ? ഇനി ഇത് വെച്ചാ കൂട്ടുവോ? അന്നേരം തോരൻ വെക്കാം. അതിപ്പൊക്കെ പറിച്ചുകൊണ്ട് കയറി വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ താഴെ നിന്ന് പച്ചച്ചക്കച്ചോറ് എന്നിട്ട് ചേട്ടായിക്ക് 2-3 വേണമെങ്കിൽ ഇരുന്നുണ്ടെന്ന് തീർത്തണമെന്നാ. ചേട്ടായി പച്ച അങ്ങനെ തിന്നിയല്ല. പച്ചയും വഴുത്തൊന്നും ചക്ക വലിയ പ്രിയമൊന്നുമില്ല. വേവിച്ചയച്ചിട്ട് തിന്നും, വറുത്താലും തിന്നും അല്ലേ. മുമ്പ് കുഞ്ഞാഞ്ചേട്ടൻ കൊണ്ട് കൊടുത്താ താഴെ ചേച്ചിക്കൊക്കെ. ഇവിടെ ഉണ്ടല്ലോ കറക്റ്റ് 6:30 സമയം ഉണ്ടെങ്കിൽ വിളക്ക് എത്തിച്ചിരിക്കും. ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാം? വിളക്ക് എത്തിക്കുന്നത് ഇച്ചിരി ഇതും കൂടി ഇരുട്ടട്ടെ നോക്കും. ഇത് കണ്ടോ, ഇന്ന് അത്രയും കൂടി ഇരുണ്ടിട്ടില്ല കണ്ടോ. ഞാൻ ഇച്ചിരി കൊണ്ട് ഇരുട്ടിയതിന് ശേഷമാണ് സാധനം നോക്കുന്നത്. പക്ഷെ ചേട്ടായി അങ്ങനെയല്ല കേട്ടോ. ചേട്ടായി 6:30 സമയമുണ്ടോ വിളക്ക് കത്തിച്ചിരിക്കും. അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എൻ്റെ ദൈവമേ. ഇന്ന് ഈസ്റ്റർ ദിവസമാണ് കേട്ടോ.